മഴയൊക്കെ മാറിയേ, ഭയങ്കര മഴയായിരുന്നു ഇവിടെ. ഇപ്പം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു ട്രാഫിക്കിൻ്റെ വലിയൊരു പ്രശ്നം പറയാൻ വേണ്ട. ട്രാഫിക് ഇത് കണ്ടോ, ഇത് ഈ കാണുന്ന റോഡെന്ന് പറയുന്നത് കോട്ടയം കുമിളി റോഡാണ്. ഈ വണ്ടി, ഇതൊരു വണ്ടി കിടക്കുന്നു, ഇത് കണ്ടോ, ഈ വണ്ടി ഇട്ടിരിക്കുന്നു, ഈ വണ്ടി ഇവിടെ കിടക്കുന്നു. ഈ കടയിലോട്ട് ഒരാൾക്ക് നടന്നു കയറാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് വണ്ടികളൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. നമ്മുടെ ആൾക്കാർക്ക് വിവരവും ബോധമൊക്കെ എന്നും ഉണ്ടാകുമെന്ന് അറിയത്തില്ല. ഇതിലൊരാൾക്ക് കടക്കത്ത് പോലും ഇല്ല. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഗ്യാസ് കുറ്റി ഇരിപ്പുണ്ട്, നടന്നിറങ്ങി പോകാൻ പോലും പറ്റാത്ത അവസ്ഥ. എന്തൊരു കേരളമാണിത്. വിദ്യാഭ്യാസവും ബോധമൊക്കെ കണ്ടമാനം ഉണ്ടെന്ന് പറയുകയും അതനുസരിച്ച് ഞാൻ ഇതിലേ വരാം, ഇങ്ങനെ വാ, ഇതിലേ ഒരു വഴി കിടപ്പുണ്ട്, ഇതിലേ നമുക്ക് പോകാം. അങ്ങനെ വന്നിട്ട് നമുക്ക് കോട്ടയം കുമിളി റോഡൊന്ന് കാണാം. കോട്ടയം കുമിളി റോഡ്, കോട്ടയം കുമിളി ഇങ്ങനെ കറങ്ങി വാ. അതിലെ വരികയില്ല, ഉടുപ്പ മുഴുവനാവും. നിന്റെ ഉടുപ്പ മുഴുവൻ ചെളിയായി, 2 വണ്ടികളും ചെളി. ഇത് കണ്ടോ, ഇത് ഈ കാണുന്നത്, ഈ റോഡൊന്ന് കാണിച്ച്, നല്ല രസമായിട്ടൊന്ന് കാണിച്ച്. കോട്ടയം കുമിളി റോഡിൻ്റെ അവസ്ഥ. തമിഴ്നാടിന് പോകുന്ന വഴിയാണിത്. തമിഴ്നാട് റാണി സേതു ലക്ഷ്മിബായി പണിത ഒരു വഴിയാണിത്. ഈ വഴിയിൽ ഉള്ള ഒരു ട്രാഫിക് ബ്ലോക്കാണ്. ആരെങ്കിലും രോഗികളോ ആരെങ്കിലും വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാര്യം കഷ്ടമാണ്. അവൻ്റെ മരണം ഉറപ്പാണ്. ആംബുലൻസൊക്കെ എന്തുമാത്രം ആംബുലൻസ് ചീറിപ്പാഞ്ഞു പോകുന്ന വഴിയാണെന്നറിയത്. ഈ വഴിയിൽ ഇതുപോലെ ബ്ലോക്ക് വന്നാൽ ഒരുത്തൻ്റെ ജീവന് യാതൊരു വിലയില്ല. അവനെവിടെ പോയാലും തട്ടിപ്പോകും. അത്ര മോശമായ ഒരു അവസ്ഥയാണ്. മാറി മാറി വന്ന സർക്കാരുകൾ നമുക്ക് ബൈപ്പാസ് തരാമെന്ന് പറഞ്ഞ് പണിത് പണ്ട് ഇവിടെ ഒരു സിവിൽ സ്റ്റേഷൻ പണിയാന്ന് പറഞ്ഞ് നേരത്തെ ഒരു MLA ഉണ്ടായിരുന്നു. പുള്ളി ഓരോ ദിവസം ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും മരമെല്ലാം വെട്ടും. ഇപ്പോൾ സിവിൽ സ്റ്റേഷൻ പണിയാൻ പോകുന്നു. എന്നാണേലും അൽഫോൺസ് കണ്ണന്താനം എന്ന് പറഞ്ഞ ഒരു IAS MLA ആയിട്ട് കാഞ്ഞിരപ്പള്ളി വന്നു, LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്. പുള്ളിയാണ് ഇപ്പോൾ, പുള്ളി രാഷ്ട്രീയമൊന്നുമില്ല, പുള്ളി ഇപ്പോൾ BJPയിലാന്ന് തോന്നുന്നു, BJPയുടെ മന്ത്രിയാവുകയൊക്കെ ചെയ്തു. പുള്ളി പണിതാണ് ഈ സിവിൽ സ്റ്റേഷൻ, കാഞ്ഞിരപ്പള്ളി സിവിൽ സ്റ്റേഷൻ. അപ്പോൾ ആ സിവിൽ സ്റ്റേഷൻ വന്നതിൻ്റെ ഫ്രണ്ടിമാരൊക്കെ വെച്ചിട്ട് നല്ല രസമായി. വലിയ ബിൽഡിങ്, ഇപ്പം ബിൽഡിങ് കാണത്തില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് റോഡ്. ഈ റോഡിൻ്റെ ഈ അവസ്ഥ, ഇതിപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും ഇവിടെ എന്നും ട്രാഫിക് ബ്ലോക്ക്. മനുഷ്യർക്ക് അങ്ങോട്ടും പോകത്തില്ല ഇങ്ങോട്ടും പോകത്തില്ല. ടൗണിൽ വന്നവൻ പെട്ട് 1 മണിക്കൂറൊക്കെ കൊണ്ടാണ് കിടക്കുന്നത്. ശരിക്കും ഇവിടെ ഒരു സിഗ്നൽ ആ പേട്ടക്കവലയിൽ ഉണ്ടാക്കിയതാണ്. ഒരാഴ്ച കൊണ്ട് അതിൻ്റെ പരിപാടി തീർന്നു. ഒരാഴ്ച അത് വർക്ക് ചെയ്തു. കെൽട്രോൺ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ആവശ്യത്തിനുള്ള കമ്മീഷനും കാര്യങ്ങളൊക്കെ കിട്ടിയ ആൾക്കാർ പിന്നെ അത് നന്നാക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. ഈ ദുരവസ്ഥ, ഒരു ബൈപ്പാസ് അവിടെ പണിയുന്നുണ്ട് അപ്പുറം. അതിൻ്റെ പണി എപ്പോഴാണ് തീരുന്നത് നമുക്ക് അറിയത്തില്ല. പണി തീർന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ശരിയാവുമായിരിക്കും. അപ്പോൾ ഇതാണ് അവസ്ഥ, രാവിലത്തെ അവസ്ഥ. രാവിലെ അല്ല, ഇപ്പോൾ ഉച്ചയായി, 1 മണി സമയമാണ്. 1 മണി സമയത്ത് എറണാകുളം സിറ്റിയെക്കാളും ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് ഇവിടെ. ഇതാണ് അവസ്ഥ. എന്തൊരു ഗ്യാസ് കുറ്റി കണ്ടോ, ബൈക്കിലൊക്കെ ഗ്യാസ് കുറ്റി വെച്ചോണ്ടൊക്കെ നല്ല രസമുണ്ടാവും. ഇവരിവിടെ വന്നവരല്ലല്ലോ, വേറെ എവിടെയോ വന്നവരാണല്ലോ ഈ വണ്ടി ഇവിടെ ഇട്ടിരിക്കുന്നത് അല്ലേ. ഇതെവിടെ വന്നാ ഇത് വണ്ടി? എവിടെ വന്നാ ഇത്? അതെയോ, ഒത്തിരി നേരം ആയല്ലോ. ഇതിപ്പോ നമ്മുടെ കടയിലോട്ടൊന്നും നടന്നു പോലും കയറാൻ മേലാതെയാണല്ലോ വണ്ടി ഇട്ടിരിക്കുന്നത്. അവിടെ ഇടത്തില്ലേ, ഡേറ്റാ ലിങ്കിന്റെ അവിടെ ഇടാം, അതല്ല എൻ്റെ ഒരു മര്യാദ. അവിടെ ഉണ്ടായിരുന്നല്ലോ പാർക്കിങ്, അവിടെ ഇടാമല്ലോ. ഇവിടെ ഇട്ടിട്ടല്ലോ അങ്ങോട്ട് പോകണ്ടേ. അവരുടെ ഫ്രണ്ടിൽ പാർക്കിംഗ് ഉണ്ട്, നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടൊന്ന് പാർക്ക് ചെയ്തിരിക്കുക. നമുക്ക് ഇങ്ങോട്ട് നടന്നു പോലും കയറാൻ പറ്റാത്ത രീതി, വളരെ കൂളായിട്ടിരിക്കുക. അതാണ് അവസ്ഥ. ഈ ഇവിടുത്തെ ഏറ്റവും വലിയ ഈ ബ്ലോക്ക് വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴിപ്പം ഈ രാത്രിയായിട്ടും ഇവിടെ ഭയങ്കര ബ്ലോക്ക് വരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഈ വളവിനൊക്കെ ഒരു ഡിവൈഡർ വെച്ച് തിരിക്കുകയാണെങ്കിൽ യൂട്ടേണയുടെ കുറയും. ഇവിടെ ഇപ്പോൾ വലിയ ലോറിയും ബസ്സും അതും ഇതും എല്ലാം ഇവിടെ കൊണ്ടുവന്ന് തിരിക്കുകയാണ്. ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ തിരിച്ചു കഴിയുമ്പോഴത്തേക്കും വഴി ബ്ലോക്കാവും. ഇതാണ് ഇവിടെ നടക്കുന്ന സംഭവം. അപ്പം ഏറ്റവും വീതിയുള്ള റോഡായതുകൊണ്ട് ഇവിടെ രണ്ടായിട്ടൊരു നടുക്കൂടെ ഒരു ഡിവൈഡർ, താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു ഡിവൈഡർ വെച്ച് തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും വലിയ ട്രാഫിക് ബ്ലോക്ക് ഇവിടെ ഉണ്ടാകില്ല. ചില ലോറിയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ച് കയറത്ത് പോലുമില്ല, അന്നേരം ബ്ലോക്കാവും. അപ്പോൾ അത് അധികാരികളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണെന്നൊരു വ്യക്തിപരമായ അഭിപ്രായം
എനിക്കുണ്ട്. കുരിശ് കവല എന്ന് പറഞ്ഞാൽ അടുത്ത കവലയിൽ ഡിവൈഡർ അവർ വെച്ചിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു താൽക്കാലിക ഡിവൈഡർ ഈ വളവിന് വെച്ചാൽ ഈ ടൗണിലെ സകല ബ്ലോക്കും തീരും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ഞാൻ ഈ അഭിപ്രായം പറഞ്ഞപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും ആ അഭിപ്രായമുണ്ട്. എല്ലാവരും ഒരു മെമ്മോറാണ്ടം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇങ്ങനെയൊന്നും ആരോടും ചെയ്യരുത്. നമ്മൾ ആരും അങ്ങനെയൊന്നും ആരോടും ചെയ്യരുത്. നമുക്കും വണ്ടിയുണ്ട്, എനിക്കും വണ്ടിയുണ്ട്, എല്ലാവർക്കും വണ്ടിയുണ്ട്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പോകാമെന്നുള്ളതല്ല. ഇതിപ്പോൾ കാഞ്ഞിരപ്പള്ളി പോലെയുള്ള ഒരു നല്ല സ്ഥലമായോണ്ടാ. വേറെ ഒരു സ്ഥലമാണ് അവൻ്റെ വണ്ടിയുടെ ചുറ്റും പോറലും വീഴും, ടയറും പോവും. അതാണ് അവസ്ഥ. ഇത് കാഞ്ഞിരപ്പള്ളി അപ്പം നമ്മൾ എവിടെയും വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ പാർക്ക് ചെയ്യാൻ നോക്കുക. ഇനി ഇടരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടിട്ട് പോയാൽ പല സ്ഥലങ്ങളിലും നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും. അതുകൊണ്ട് അടിപ്പറയിൽ കൊണ്ടുവന്ന് വേറെ ആൾ വെച്ച്. അപ്പോൾ ഈ പുള്ളിക്ക് ഇത് എടുത്തോണ്ട് പോകാൻ മേലാത്ത രീതിയിൽ മെയിൻ റോഡ് ഒന്നാമത് ഇവിടെ ബ്ലോക്ക് കാരണം നശിക്കാൻ മേല. അന്നേരം അടുത്ത ആൾ കൊണ്ടുവന്ന് അവിടെ വണ്ടി ക്രോസ് വെച്ചിങ്ങനെ ചേട്ടോ ചില കയറ്റിയിട ഇറക്കി പോട്ടെ ഇനിയിപ്പോൾ ട്രാഫിക് എനിക്ക് പണിയുള്ള വേറെ. എനിക്ക് പണിയെടുത്താലും നാട്ടുകാരുടെ സെറ്റ് ചെയ്യും. എന്നാലും ഇങ്ങോട്ട് ഇതുപോലെയൊക്കെ ആൾക്കാർ കാണിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ മറ്റേ പ്രയാസം കാരണം പറയുന്നുള്ള ആർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നണ്ട. നമ്മൾ എവിടെ കൊണ്ടേ വണ്ടി പാർക്ക് ചെയ്താലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം വണ്ടി പാർക്ക് ചെയ്യുക. അല്ലാതെ ഈ കാണിച്ചിരിക്കുന്ന പോലെയുള്ള ശുദ്ധ പോകൃത്തരമൊന്നും ആരോടും കാണിക്കാൻ പാടില്ല. അത് ശരിയല്ല. ഒന്നാമത്തെ വഴി മുഴുവൻ ബ്ലോക്ക് കാരണം ക്ലോസ് ആയി കിടക്കുക. ഇവിടെ ഒരു സീബ്ര ലൈനുണ്ട്. ഈ സീബ്ര ലൈന് ഭയങ്കര സ്പീഡിൽ വന്നിട്ട് ആൾക്കാർ ഇടിച്ചിടുക, തെറിച്ചു പോവാണ്. ഒത്തിരി പേർക്ക് ആക്സിഡൻറ്റ് വന്നിട്ടുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വളവങ്ങ് നൂർന്ന് വരുമ്പോഴത്തേക്കും സീബ്ര ലൈനാണ്. അപ്പോൾ ഈ സീബ്ര ലൈനിൽ കടന്നങ്ങോട്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ആൾക്കാരെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. ഇതാണ് അവസ്ഥ. അവിടെയും സ്ലോ ആകണം. നമുക്ക് വണ്ടി ഉള്ളവരായതുകൊണ്ട് നമുക്കൊരു മനപ്രയാസം അങ്ങനെ ഒരാളുടെ വണ്ടി നശിപ്പിക്കാൻ. അതോടെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങോട്ട് ഒതുക്കി കിട്ടും, കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. അല്ല, ഇപ്പം ഇത് ചെയ്തത് വളരെ മോശമായിരുന്നു. കാരണം നമുക്ക് ഇങ്ങോട്ടും കയറത്തില്ല, അങ്ങോട്ടും കയറത്തില്ല. ഞാനിവിടെ അവിടെ ആ വണ്ടി ഇട്ടത് ഇവിടെ വേറെ വണ്ടി കിടന്നുകൊണ്ടാ. അല്ല, നീ ആരാടാ പറയാനെന്നുള്ള ഒരു രീതിയാ. അതെ തറവാടകയുണ്ട്, തറവാടക വൈകുന്നേരം സുഖിയനും ബോണ്ടായും ചായയും വേണം. അത് മതി. എന്നും മുടിയൊന്നും ഡൈ ചെയ്യാൻ മേലായിരുന്നോ? കൊച്ചു പയ്യനായാലായിരുന്നോ? മുടിയൊന്നും ഡൈ ചെയ്യാൻ മേലായിരുന്നു. ഓതപ്പുണ്ട്. എന്നാലും ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനാന്ന് പറയും. അത്രയും പ്രായമായിപ്പോയി. ഇതിന് എത്ര രൂപ ഇപ്പൊ ഈ വണ്ടിക്ക്? 1,20. പണ്ടൊക്കെ 10-30,000 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനമാണ്. 40,000 രൂപ. 1 ലക്ഷം രൂപയ്ക്ക് കുറഞ്ഞ വണ്ടിയില്ല. ഇതെങ്ങനെയുണ്ട്? നല്ലതാണോ? ഈ സ്പ്ലെൻഡറിനേക്കാളൊക്കെ നല്ലതാണോ? സ്പ്ലെൻഡർ തന്നെയല്ല ഇത്, ഇച്ചിരി വലിപ്പമൊക്കെ മൂപ്പിച്ച് വെച്ച്. ഹീറോ ഇത് വേറൊരു സുഖമുള്ള വണ്ടിയാണ്. പൾസർ കുറച്ച് വെയിറ്റ് ഉണ്ട്. ഒന്നിനുമില്ല. എന്നാന്നറിയോ സാജു, ഇപ്പോഴത്തെ പിള്ളേർക്ക് പുത്തൻ വണ്ടി വേണം. അവരുടെ ഒരു സ്റ്റാറ്റസ് അനുസരിച്ച് പൈസ ഉണ്ടേലും ഇല്ലേലും പുത്തൻ വണ്ടി കൊണ്ട് അവർ നടക്കുള്ളൂ. അത് കൂട്ടൊക്കെ അത് 4 കമ്പി കഷ്ണം പിടിപ്പിച്ചു. അതിന് മാത്രം വില എന്താ? ഞാൻ പണ്ടേ ഒരു TV കൊടുക്കാൻ 28 പോയേ. 28 ചെന്നപ്പോൾ അവിടെ ഒരു വീട്ടിൽ വണ്ടി ഇരിക്കുന്നു. ഇങ്ങനെ ഡൂക്കാണ്. ഞാൻ അന്നേരം ആദ്യം കാണും, ഒത്തിരി വർഷം മുമ്പ്. അല്ല, അന്നേരം എനിക്ക് ഈ പേര് അറിയത്തില്ല. ഞാൻ ചോദിച്ചു, ചേട്ടാ ഇതേതാ ഈ വണ്ടി? ഇതാ മോനെ ഡൂക്ക്. ഇതിന്റെ പ്രത്യേകത എന്നാ? അപ്പൊ പറഞ്ഞു, ഇത് 120 കിലോമീറ്റർ സ്പീഡിൽ പോകും. അങ്ങനെയാണ്. ഈ ബൈക്കോ ദൈവമേ എന്ന് ഞാൻ പറഞ്ഞിട്ട് പോന്നു. എത്ര പിള്ളേര് മരിച്ചു, എത്ര പിള്ളേര് ഡൂക്ക് കാരണം. എന്നതാണേലും കണ്ടമാനം പിള്ളേരും മരിച്ചു, ഒത്തിരി പേര് മരിച്ചു. ഒന്നാമത് ഈ 4 വീലെ പോയിട്ട് ഇത് തന്നെ പോവാ. എന്നിട്ടല്ലേ ഈ സിംഗിൾ വീലെ പോകുമ്പോ ദൈവമേന്ന് വിളിച്ച് സൂക്ഷിച്ചു പോയില്ലേല് ഒരു കുഞ്ഞു സാധനം കിടന്നാൽ പോലെ. ചിലപ്പോ ഡീസലൊക്കെ വീഴും വഴിയിൽ. ഇനി എപ്പോ പോയെന്ന് ചോദിച്ചാൽ മതി. അതെ വീണ്ടും ബ്ലോക്കായി പോയി പിടിച്ചോ. വീണ്ടും വഴി ബ്ലോക്കായി, 2 സൈഡും ബ്ലോക്കായി. ഒരു ലൈൻ ബ്ലോക്കായി കിടക്കുമ്പോൾ വലിയ മിടുക്കന്മാർ വേറെ ഒരു ലൈനും കൂടെ ഇടുക. അതോടുകൂടി ഫുൾ ബ്ലോക്കാവും.
പറഞ്ഞത്. എന്നാൽ അതൊരു ക്ഷമയോടുകൂടി ഒരെണ്ണത്തിന്റെ പുറകെ നിൽക്കുവാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. മര്യാദയ്ക്ക് ഈ ബ്ലോക്ക് ഉണ്ടാകുന്ന മെയിൻ ഡബിൾ ലൈൻ അങ്ങോട്ട് പോകുന്നത്. ആ ബസ്സും എല്ലാം കയറും. അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഒരു ലൈൻ പോലും പോകല. എക്സ്റേ കടയിൽ മറ്റേ അത് അവിടെ അതിനകത്ത് അവിടെ ഉണ്ട്. മെഡിക്കെയർ ആണ്. ഇവിടെ ഉണ്ട്, അവർക്ക് ഒരു മുറിയുണ്ട്. പക്ഷെ അവിടെ ആളില്ല. ഒന്ന് ബെല്ലടിച്ചാൽ മതി. മതി. സാറ് ബൈക്കിലാണോ വന്നേ ഈ മഴയത്ത്? അത് ശരി. അതെ അല്ലേ? അതെ. തണുപ്പായോണ്ടാണോ മങ്കി ക്യാപ്പാക്കിയിട്ട് ചൂടായില്ലേ? ഇവിടെ ഭയങ്കര ആവിപ്പാ. ഗ്യാസിന് ഇപ്പം എന്നാ വില കുഞ്ഞോനെ? കുറച്ചു. പനി വന്നിട്ടുണ്ട്. പനിയും ചുമയായോ? സൂക്ഷിക്കണം. കൊറോണ ഉണ്ട്, ഭയങ്കരമായിട്ട് കൊറോണ വ്യാപിക്കുന്നുണ്ട്. അല്ല, ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിറച്ച് കൊറോണയാണ്. ഭയങ്കരമായിട്ടുണ്ട്. പനിയോ ചുമയോ കവക്കട്ട വന്ന ഉടൻ തന്നെ ഡോക്ടറെ കാണും. ഇപ്പം 1400 പേര് മരിച്ചു കഴിഞ്ഞു. പ്രശ്നമില്ലെന്ന് പറയും, പക്ഷെ ഇങ്ങനെ പ്രശ്നമില്ലെന്ന് പറഞ്ഞ ആൾക്കാരാ മൊത്തം മരിച്ചേ. ഒരു പ്രശ്നമില്ലെന്ന് പറയുന്നവരാ മരിക്കുന്നത്. ഞങ്ങളതുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോലും കയറാൻ പോകുന്നില്ല. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഈ സാധനം കിട്ടുന്നത്. സൂപ്പർ മാർക്കറ്റിൽ ഭയങ്കര ഇതുണ്ട്. ഒരു സാധനം അയച്ചു തന്നാണേ, അഡീഷണൽ പവർ സപ്ലൈ. ശരിയായി. പക്ഷെ പുള്ളി ഭയങ്കര മിടുക്കല. എൻ്റെ അഡ്രസ്സേ ഉള്ളൂ, പുള്ളിയുടെ അഡ്രസ്സ് ഇല്ല. ഞാനിതെങ്ങനെ തിരിച്ചേക്കും. സൂപ്പർ സാധനം. ഇതിൽക്കൂട്ട് എൻ്റെ 2 ഇരിപ്പുണ്ട്.